മഹാരാഷ്ട്ര നാസിക്കിലെ TCSൽ ലൈംഗിക പീഡനവും മതപരിവർത്തനവും നടത്തിയവർ ലക്ഷ്യമിട്ടത് കോർപ്പറേറ്റ് ജിഹാദാണ്. IT ലോകത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിന് പിന്നിൽ തീവ്രവാദ ശക്തികൾക്ക് എത്രത്തോളം പങ്കുണ്ട്? മഹാരാഷ്ട്ര പോലീസിന് കൂടാതെ ATSഉം NIAയും കേസിൽ അന്വേഷണം നടത്തുകയാണ്. HR മാനേജർ നിദാ ഖാനാണ് കേസിൽ മുഖ്യ ആസൂത്രകയെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും അവരെ നിയന്ത്രിച്ച ബാഹ്യശക്തി ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ താൻ ഗർഭിണിയാണെന്നും തനിക്കും കുഞ്ഞിനും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നിദാ ഖാൻ നാസിക്കിലെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അതിനിടെ ഭാര്യയെ കൈമാറാൻ ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായി കൂടുതൽ ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് 23 വയസ്സുള്ള BPO ജീവനക്കാരൻ നൽകിയ പരാതിയെ തുടർന്നാണ് നാസിക് TCSലെ മതപരിവർത്തന വിവാദം പുറത്തുവന്നത്. ടീം ലീഡറായ ഡാനിഷ് ഷെയ്ഖിനെതിരെയായിരുന്നു ആദ്യ പരാതി. പിന്നീട് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടി. ആകെ 9 FIRകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മാർച്ച് 26-ന് ദേവ്ലാലി പോലീസ് സ്റ്റേഷനിൽ മതപരമായ പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിന്മേൽ തയ്യാറാക്കിയ FIRലാണ് HR മാനേജർ നിദാ ഖാന്റെ പേര് പരാമർശിച്ചിട്ടുള്ളത്. ജോലിസ്ഥലത്ത് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജീവനക്കാർ നൽകിയ പരാതികൾ പൂഴ്ത്തിവെക്കാനും പരാതിക്കാരെ അടിച്ചമർത്താനും പ്രതികളെ സംരക്ഷിക്കാനും ശ്രമിച്ചത് നിദാ ഖാൻ എന്നാണ് പോലീസ് കണ്ടെത്തൽ. അന്വേഷണത്തിനിടയിൽ പ്രതികൾ തമ്മിൽ നടത്തിയ സംശയാസ്പദമായ 78 ഫോൺ കോളുകൾ, ഇമെയിലുകൾ, ചാറ്റുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. കൂടാതെ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കേസിലെ മുഖ്യ ആസൂത്രക എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന HR ഹെഡ് നിദാ ഖാൻ ഒളിവിലെന്നാണ് വിവരം. അതിനിടെ നിദാ ഖാൻ താൻ ഗർഭിണിയാണെന്നും തനിക്കും കുഞ്ഞിനും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നാസിക്കിലെ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ഒഴിവാക്കാനാണ് നിദയുടെ ശ്രമം. വനിതാ ജീവനക്കാർ നേരിട്ട ആസൂത്രിതമായ നിർബന്ധിത മതപരിവർത്തനവും ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. തങ്ങൾക്ക് മക്കളിൽ നിന്നറിയുന്ന സീനിയർ ഉദ്യോഗസ്ഥർ ഭാര്യയെ കൈമാറാൻ ആവശ്യപ്പെട്ടെന്നുവരെയും പരാതിയിൽ പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് വനിതാ ജീവനക്കാരിയുടെ പരാതി. ആദ്യ പരാതിക്ക് പിന്നാലെ വനിതാ DCPയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാരെ മഫ്തിയിൽ TCS ഓഫീസിലേക്ക് അയച്ചിരുന്നു. അവർ ജീവനക്കാർക്ക് ധൈര്യം നൽകിയതോടെയാണ് കൂടുതൽ പേർ പരാതിപ്പെടാൻ മുന്നോട്ട് വന്നത്. പ്രതികൾക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നും വിദേശ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അറിയാൻ NIA, മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന എന്നിവയുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. BJP മന്ത്രി നിതേഷ് റാണെ ഇതിനെ കോർപ്പറേറ്റ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുകയും വൻകിട കമ്പനികളിലെ മതപരിവർത്തന നീക്കങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. നിലവിൽ നാസിക്കിലെ BPO കേന്ദ്രം താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ജീവനക്കാരുടെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കമ്പനി നിർദ്ദേശം നൽകി. ടാറ്റ സൺസ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.